സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ശിക്ഷ കടുപ്പിക്കാൻ ഒരുങ്ങി തമിഴ്നാട് സർക്കാർ. സോഷ്യൽ മീഡിയ വഴിയോ നേരിട്ടോ സ്ത്രീകളെ ശല്യപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാകും ഇനി ശിക്ഷ. നേരത്തെ 3 വർഷം തടവും 10,000 രൂപ പിഴയുമായിരുന്ന ശിക്ഷയാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പോകുന്നത്. സ്ത്രീപീഡന നിരോധന നിയമം 1998 ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്ത്രീകൾക്കായി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗങ്ങളിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്ന തരത്തിലാണ് തങ്ങളുടെ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞു. കൂടുതൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്ന സംസ്ഥാനമായും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്ത്രീകൾ കൂടുതൽ സംഭാവന നൽകുന്ന സംസ്ഥാനമായും തമിഴ്നാട് വളരുകയാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ ആരോപിക്കപ്പെടുന്നവർക്കെതിരെ കർശനമായ ശിക്ഷ ഉറപ്പുവാക്കാനുള്ള ഒരു മാർഗമായാണ് ഈ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സ്ത്രീപീഡന നിരോധന ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയിലുള്ള സ്ത്രീ പീഡന കേസിലെ ആദ്യ കുറ്റത്തിന് 1 ലക്ഷം രൂപ പിഴയോടെ 5 വർഷമായി തടവ് ശിക്ഷ വർദ്ധിപ്പിക്കാനാണ് ഭേദഗതി ലക്ഷ്യമിടുന്നത്.